ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ആഗസ്റ്റ് മാസം 1 തീയതി മുതൽ 31 തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത്. അത് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ ആഗസ്റ്റ് മാസത്തിൽ പൊതുവെ നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് 6-ാം ഭാവം അത് അനിഷ്ടഭാവമാണ്. അവിടെയാണ് വ്യാഴവും ശുക്രനും സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും പ്രബലനായിരിക്കുന്ന പ്രവർത്തികാരകൻ കൂടിയായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം ഭാഗ്യസ്ഥാനമായ 9-ാമിടത്തേക്ക് വന്നിരിക്കുന്നു. അത് വളരെ നല്ലതാണ്. പല കാര്യങ്ങൾക്കും വിജയങ്ങൾ കൊണ്ടെത്തും. അത് കേന്ദ്രാധിപത്യ ശുഭത്വവും ഉപജയസ്ഥാനാധിപത്യവുമുള്ള ചൊവ്വ ആകയാൽ ഈ ആഗസ്റ്റ് മാസം 31 ദിവസവും വളരെ പൂർണ്ണമായ അനുഗ്രഹം തരുന്ന രീതിയിലാണ് ചൊവ്വയുടെ സ്ഥിതി. പൊതുവെ ആരോഗ്യം തൃപ്തികരമായി. എന്നിരുന്നാലും പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാകാൻ പാടില്ല. ആലോചിച്ച് പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്താൽ കൂടുതൽ അഭിവൃദ്ധികളും വിജയങ്ങളും വന്നു ചേരുന്ന ഒരു മാസമാണ്. ധൈര്യവും വീര്യവും ഒരല്പം കുറഞ്ഞിരിക്കുന്ന മാസമാണ്. എങ്കിലും ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിപ്പിച്ച് സ്വയാർജിതമായിട്ട് കരുത്ത് ആർജിച്ച് പ്രവർത്തിച്ചാൽ വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ആഗസ്റ്റ് മാസം. മകരം രാശിക്കാർക്ക് കടങ്ങളൊക്കെ വീടും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്കും വളരെ നല്ലതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തൊഴിൽപരമായ ചില ക്ലേശങ്ങൾ സൂചകമാണ്. അതായത് അധ്വാനഭാരം കൂടുക, അതിനനുസരിച്ച് വേതനം ലഭിച്ചില്ല എന്നൊരു മനക്ലേശവും ഉണ്ടാകുക, ലഭിച്ച ധനം തികയാതെ വരിക, അതുപോലെ തന്നെ ജോലി വേണ്ടെന്ന് വെച്ചേക്കാം എന്നൊക്കെ തോന്നുക, ധനത്തിന്റെ കുറവുമൊക്കെ കൊണ്ട്. അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ നിസ്സഹകരണമൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാരണവശാലും ജോലി നഷ്ടപ്പെടുത്തുവാൻ തുനിയരുത്. അത് വളരെ ദോഷങ്ങൾ ഉണ്ടാകും. പിന്നീട് ഒരു ജോലി കിട്ടുക അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ കിട്ടിയ ജോലി നഷ്ടപ്പെടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് കോട്ടം വരാതിരിക്കുവാൻ തൊഴിൽ രംഗത്തെ കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയും കൃത്യസമയത്ത് തന്നെ ജോലിക്ക് ഹാജരാകുകയും ഒക്കെ വേണം. അതായത് ഏതെങ്കിലും മേലധികാരികളിൽ നിന്നും ഒക്കെ വളരെ മോശമായ അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ടത്. മനസ്സ് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും അരുത്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ മനസ്സിന് വിഷമമുണ്ടാകുന്ന രീതിയിൽ സംസാരമൊക്കെ ഉണ്ടാകുക വഴി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധയോടും ക്ഷമയോടും വേണം ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികളായിട്ടൊക്കെ ഉള്ളവർ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ നല്ല ഒരു മാസമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നിച്ചേരും. ഉദ്ദേശിച്ച രീതിയിൽ ഉയർന്ന സ്കോർ വാങ്ങുന്നതിന് അധിക ശ്രദ്ധയും ഉത്സാഹവും ആവശ്യമാണ്. ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അത് പാസ്സാകുന്നതിനും ഒക്കെ ഉള്ള യോഗങ്ങളുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും ഒക്കെയുള്ള യോഗം, നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തുന്നതിനും നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും ഒക്കെ ഈ മാസം അനുകൂലമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു മാസമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശരിപ്രീതികരമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിനും മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക, ദേഷ്യമൊക്കെ ഒഴിവാക്കുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം.
ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.